കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂർ ജില്ലയുടെ അമരക്കാരൻ മാർട്ടിൻ ജോർജാണ്. പൊതുപ്രവർത്തന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്നു. KSUവിലാണ് തുടക്കം. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് നീണ്ട 5 വർഷക്കാലം നിർമ്മലേരി കോളേജിൽ പഠിച്ച കാലത്തെല്ലാം അവിടെ കൗൺസിലറായും ഭാരവാഹി സ്ഥാനത്തെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. DCC പ്രസിഡൻ്റായിട്ട് 5 വർഷം. സംസ്ഥാന യുവജന ബോർഡിൻ്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൻ്റെ ചെയർമാനായിരുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തേടി വരുന്നു സക്സസ് സ്റ്റോറിയിലേക്ക്? നമുക്കറിയാം, ഈ കണ്ണൂർ എന്ന് കേട്ടാൽ ചുവന്ന മണ്ണ് എന്നാണ്, ചെങ്കോട്ട എന്നാണ് അറിയപ്പെടുക. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ UDF തരംഗമുണ്ടായി എന്നത് ഒരു വാസ്തവമാണ്. പക്ഷേ കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പൊക്കെ ഇടത് കോട്ട അതങ്ങ് പൊളിച്ചടുക്കി UDFിനൊപ്പം കൊണ്ടുവരാൻ സാധിച്ച UDFിൻ്റെ ഘടകകക്ഷിയിൽ ഏറ്റവും ശക്തമായ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ തീരുമാനമായിരുന്നു UDFിനൊപ്പം ആ 2 മണ്ഡലങ്ങളെ ചേർത്ത് പിടിച്ചു. കണ്ണൂർ നഗരം തിരിച്ചു പിടിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന മാർട്ടിൻ ജോർജ്. ആ പൊതുപ്രവർത്തകനെ ഒന്നറിയാം എന്നുള്ളതാണ്. കാരണം കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് അദ്ദേഹം എത്തിയില്ല എന്ന നിലക്ക് നമ്മൾ കേട്ടിരുന്നു. ഇത്രയും ഈ 4 പതിറ്റാണ്ടായിട്ടും നമുക്കറിയാം, ഇരിക്കൂറൊക്കെ 10-40 വർഷം ആളുകൾ നിന്ന നിൽപ്പിൽ MLA ആയി തുടർന്നപ്പോൾ പലപ്പോഴും ഇദ്ദേഹത്തിനൊക്കെ MLAയും മന്ത്രിയൊക്കെ ആകേണ്ട സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും രാഷ്ട്രീയത്തിൽ സജീവമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏറ്റവും നന്നായി നയിച്ച എന്ന് പറഞ്ഞാൽ N രാമകൃഷ്ണനും SR ആൻ്റണിയും ഉൾപ്പെടെയുള്ള P രാമകൃഷ്ണനൊക്കെ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ K സുധാകരനൊക്കെ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ നേതാക്കൾക്ക് പിന്നാലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച മാർട്ടിൻ ജോർജ് എന്ന പൊതുപ്രവർത്തകനെ, ജനപ്രിയ നേതാവിനെ ഒന്നറിയാൻ ശ്രമിക്കാം. സക്സസ് സ്റ്റോറിയിലേക്ക് പ്രേക്ഷകർക്കും ഒപ്പം മാർട്ടിൻ ജോർജിനും ഹൃദയപൂർവ്വം സ്വാഗതം. മാർട്ടിൻ, നമ്മളിങ്ങനെ ഓരോ മനുഷ്യർ, ഇപ്പം നിങ്ങളെ കാണുന്ന ജനങ്ങൾക്ക് മാർട്ടിൻ ജോർജ്, പുതിയ തലമുറ മാർട്ടിൻ ജോർജ്, അതിനപ്പുറത്തേക്ക് ഈ പൊതുപ്രവർത്തകൻ ഇങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരാളെ പിടിച്ച്, ഇപ്പം ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ കാണാം, പല ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ആളെ അപ്പം അതിൻ്റെ മേലെ വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, മറ്റ് പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഒരു പുലബന്ധമില്ലാത്തവർ പോലും പല പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ താങ്കളെപ്പോലുള്ളവർ കടന്നു വന്ന വഴികൾ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല. അപ്പോൾ താങ്കളെ ചുരുക്കം താങ്കളുടെ ജനനം മുതൽ തുടങ്ങണം. ജനിച്ചത് എവിടെയാണ് ശരിക്കും? ഞാൻ ജനിച്ചത് കോട്ടയത്താണ്, പാല. മൈഗ്രേറ്റ് ചെയ്തവരാണ് കൂടുതൽ, ക്രൈസ്തവ സമൂഹം കൂടുതലും. അവിടെ മാതാപിതാക്കൾ? ഞങ്ങൾ 12 പേരുണ്ട്. 12 മക്കൾ. കോട്ടയത്ത് എവിടെയ സ്ഥലം അത്? പാല മുത്തോലി. മുത്തോലി 12 മക്കൾ. അച്ഛൻ മരിച്ചു. പേര്? ജോർജ്. എന്തായിരുന്നു ജോലി? കർഷകൻ. അമ്മ പിന്നെ കർഷകയാണ്. പിന്നെ ഹൗസ് കർഷക കുടുംബമാണ്. 12 മക്കൾ. എത്രാമത്തെ ആളാണ് ജോർജ്? ഏറ്റവും അവസാനം, ഏറ്റവും ഇളയത്. 12 പേര് എത്ര ആണും എത്ര പെണ്ണും? 7 ആണ് 5 പെണ്ണ്. 7, 5, 10. ഈ ബാല്യകാലം എങ്ങനെ ഓർക്കുന്നു? എന്താണെന്നറിയോ ജോർജ്, ഇന്ന് 12 മക്കളുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. ഈ 12 മക്കൾ ഇളയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതനായിരിക്കും. കാരണം മൂത്തവൻ അനുഭവിച്ച അത്രയും ദുരിതം ഇളയവൻ അനുഭവിക്കേണ്ടി വരില്ല, അല്ലേ? അപ്പോൾ ആ 12 മക്കളുള്ള താങ്കളുടെ ബാല്യകാലം ഒന്ന് പറയൂ പ്ലീസ്, അതൊന്ന് കേൾക്കാനാണ്. ബാല്യകാലം വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന സമയത്ത് സ്കൂൾ മുതൽ നന്നായിട്ട് പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കായിക ഐറ്റംസിലും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു. ആ രീതിയിലാണ്. LP സ്കൂൾ വിദ്യാഭ്യാസം വരെ എവിടെയായിരുന്നു? LP സ്കൂൾ വിദ്യാഭ്യാസം നീലേശ്വരം രാജാശ്രീ സ്കൂൾ. അപ്പോഴത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അവിടുന്ന് പിന്നെ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് ഉണ്ടായ ഉടനെ തന്നെ
നിങ്ങൾ ജനിച്ചപ്പോഴാണോ? ഉം. നിങ്ങളുടെ ജനനത്തോടു കൂടിയാണോ ഇങ്ങോട്ട് അതെ. കുടിയേറുന്നത്? അപ്പോൾ ശരിക്കും നിങ്ങൾ ബാല്യകാല കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കണ്ണൂരിൻ്റെ മലബാറിൻ്റെ പുത്രനായി മാറി. അതെ അതെ ഈ സഹോദരങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ 12, അപ്പോൾ താങ്കളുടെ ഓർമ്മയിൽ കോട്ടയം ജീവിതം ഇല്ല? ഇല്ല കോട്ടയം ജീവിതം ഓർമ്മയില്ല. ഇല്ല. ജനിച്ച പാടും പിന്നീട് ഇവിടെ കൈക്കുഞ്ഞാണ്. അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഈ കോട്ടയത്തു നിന്നുള്ള മൈഗ്രേഷനെ കുറിച്ച് അച്ഛനും അമ്മയും മൂത്ത ജ്യേഷ്ഠനിയന്മാരൊക്കെ പറഞ്ഞൊരു ഓർമ്മ എന്താണ് ശരിക്കും? അല്ല എങ്ങനെയാണ് അതൊരു ഉം, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ എല്ലാവരും വരുന്നു. അതൊരു മൈഗ്രേഷൻ്റെ സമയമാണ്. അത് പിന്നെ കർഷകർ കാർഷികപരമായി വിളവെടുപ്പ് നടത്തുന്നു. അന്ന് എല്ലാവർക്കും അങ്ങനെ ഗൾഫിലോ അവിടെ ഇവിടെയോ ഒന്നും ജോലിയുള്ള സമയമൊന്നുമല്ല. ആരും അങ്ങനെ പോകുന്ന അങ്ങനെയുള്ള കാർഷിക വൃത്തിയിൽ എല്ലാവരും പണിയെടുത്ത്, പിന്നെ ഏട്ടന്മാരൊക്കെ പഠിത്തമായിരുന്നു, അവരൊക്കെ പഠിച്ചു കർഷകരാണെങ്കിലും എല്ലാവരും പഠിപ്പിച്ചു പഠിപ്പിച്ചു. അല്ലേ? അങ്ങനെ ഈ കാസർഗോഡ് ജില്ലയിലേക്കാണ് കുടിയേറുന്നത്. എവിടെയായിരുന്നു ആ സ്ഥലം? അത് മാലോ മാലു നാട്ടക്കൽ ബോർഡർ തന്നെയല്ലേ ശരിക്കും? ആ അവിടെ 4ാം ക്ലാസ് വരെ എവിടെയായിരുന്നു പഠനം? പ്രൈമറി കാലഘട്ടത്തിൽ പ്രൈമറി നാട്ടക്കൽ സ്കൂൾ. എങ്ങനെയുണ്ടായിരുന്നു ആ കാലഘട്ടം? അപ്പോൾ നല്ല ഒരു രസകരമായ കാലഘട്ടമായിരുന്നു. ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ചാ പോവാ? പോവാ. ആ ഒരു വീട്ടിൽ നിന്ന് 12 പേര് ഒരുമിച്ചാണോ? അല്ല അതല്ല, നമ്മൾ അവസാനമുള്ള ആളുകളാണ്. ഒരു 4-5 പേര് ഒരുമിച്ചാണ്? 3 പേര്. മറ്റേ ഒന്ന് കോട്ടയത്തായിരുന്നു പഠിച്ച്, പിന്നെ പുള്ളി 2 പേര് കോട്ടയത്ത് വിദ്യാഭ്യാസം. അങ്ങനെ ആ രീതിയിൽ എല്ലാവരും അവിടെ ഇവിടെയെല്ലാം ആയിട്ട് പഠിച്ച്. ബാല്യകാലത്ത് ഈ അച്ഛനമ്മ ഓർമ്മകളൊക്കെ എങ്ങനെ? നല്ല ഓർമ്മകളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആരെ? കാരണം ഇന്ന് നിങ്ങൾക്കുള്ള കുട്ടികളെ പോലെയല്ല നിങ്ങൾ ഈ 12 അല്ല, പേര്. അന്ന് വളരെ സ്നേഹബന്ധവും സൗഹാർദ്ദവും എല്ലാം ഒരു വളരെ കൂടുതൽ എണ്ണം കൂടുമ്പോൾ സന്തോഷം കൂടുമല്ലോ. ഭയങ്കര ഒരു Intimacy, ഇമ്പം കൂടുമ്പോൾ ഇമ്പം കൂടും. ആ കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷം അതായിരുന്നു അല്ലേ? സ്കൂളിലേക്കുള്ള പോക്കും വരവൊക്കെ എങ്ങനെയായിരുന്നു അന്നേരം? എത്ര ദൂരം ഉണ്ടായിരുന്നു വീടും സ്കൂളും തമ്മിൽ? സ്കൂളും തമ്മിൽ ഒരു 2-3 കിലോമീറ്റർ. 3 കിലോമീറ്റർ നടന്നു പോകണം ഈ ചെറുപ്പത്തില്, വളരെ ചെറുപ്പത്തില്. 2 കിലോമീറ്റർ നടന്നു പോയിട്ട് വരണം. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഞാൻ ഇവിടെ മാലോ അവിടെ തന്നെ. കോളേജ് ഫസ്റ്റ് BDC മുതൽ നിർമ്മലേരി കോളേജ് പുത്തൂർ. അപ്പോൾ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഞാൻ 9-10 കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ നിർമ്മലേരി കോളേജിലെത്തിയപ്പോൾ ഫസ്റ്റ് BDC മുതൽ സജീവ രാഷ്ട്രീയം. ഫസ്റ്റ് BDC റപ്പാണ്, സെക്കൻഡ് BDC അതെ. അങ്ങനെ അന്ന് മുതൽ ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക്. അന്ന് നിർമ്മലഗിരി കാസർഗോഡിൽ നിന്നൊക്കെ കുട്ടികൾ നിർമ്മലഗിരിയിലാണ് വന്ന് പഠിക്കും. അതായത് കാസർഗോഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു അന്ന്. അപ്പോൾ അവിടെ എല്ലാം പിന്നെ എല്ലാവരും ഒരുമാതിരിപ്പെട്ട മാർക്കുള്ള കുട്ടികളെല്ലാം എത്തിപ്പെടുന്ന ഒരു ക്യാമ്പസ് നിർമ്മലേരി കോളേജ്. SSLC എങ്ങനെ ഉണ്ടായിരുന്നു വിജയം? നല്ല മാർക്കായിരുന്നു. നല്ല മാർക്ക്. ഞാൻ സയൻസ് ഗ്രൂപ്പാണ്. അല്ല, വളരെ ചെറിയ ശതമാനം വിജയമുള്ളൊരു കാലമല്ലേ? അതെ ഞാൻ സയൻസ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് PDCക്ക് സയൻസ് ഗ്രൂപ്പാണ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത്. ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഓർമ്മയിലുള്ള അധ്യാപകരാരൊക്കെ? ഏറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അധ്യാപകർ? അങ്ങനെ കൃത്യമായിട്ട് ആ കാലഘട്ടം കഴിഞ്ഞുപോയി. പ്രീ ഡിഗ്രി വന്നു. അന്നേരം ആരാ നമ്മുടെ മാനേജറൊക്കെ നിർമ്മലേരിയിൽ? വള്ളപ്പള്ളി പിതാവിന്റെ കാലഘട്ടം. അതെ വള്ളപ്പള്ളി. എങ്ങനെയാണ് നിർമ്മലേരി? വടക്കമ്പല അച്ഛനായിരുന്നു ഹോസ്റ്റൽ വാർഡ്. അത് പിന്നീട് പ്രിൻസിപ്പളായി മാറിയ ആൾ. പിന്നീട് പ്രിൻസിപ്പളായി, കോർപ്പറേറ്റ് മാനേജറായി, പിന്നെ പ്രിൻസിപ്പളായി. നല്ല ഒരു 2 വർഷക്കാലം. എങ്ങനെ പ്രീ ഡിഗ്രി കാലഘട്ടം? പ്രീ ഡിഗ്രി കാലഘട്ടമാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ KSUവിന്റെ കുത്തകയാണല്ലോ ആ കാലം അല്ലേ? SFI ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടല്ലേ? SFI ഉണ്ട്. നമ്മളെ എൻ്റെ ഇപ്പം മരിച്ച സുധീഷും ഞാനും ഒന്നിച്ച് മത്സരിച്ചവരാണ് യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക്. അദ്ദേഹം തോറ്റു. എന്നാലും നോർമലി കോളേജ് നമ്മുടെ ഒരു കുത്തകയായിട്ട് കളറിയാണ്, കുത്തകയാണ്. ആദ്യമായിട്ട് ഈ KSUവിന്റെ ഏത് പോസ്റ്റിലേക്കാണ് താങ്കൾ വരുന്നത്? ഞാൻ KSUവിൻ്റെ പിന്നെ ഇവിടെ തലശ്ശേരി താലൂക്ക് ഭാരവാഹിയായിരുന്നു നിർമ്മലേരി കോളേജ് പഠിക്കുമ്പോൾ. ആ സമയത്തൊക്കെ സംഘർഷ കാലഘട്ടമൊക്കെ? അതെ പിന്നെ നിർമ്മലേരി കോളേജിൽ ആ രീതി വലിയൊരു സംഘർഷത്തിലേക്കില്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള, കാരണം ലോക്കൽ CPM ലീഡർഷിപ്പ് ആ സമയത്ത് കോളേജിൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം CPM കേന്ദ്രമാണല്ലോ അത്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം. താഴെ ഇറങ്ങിയാൽ 3ാം പീടിക. ഇപ്പൊ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ടാണ്, അതായത് ക്യാമ്പസിൽ നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ശക്തി, ആധിപത്യം നമ്മളത് യൂട്ടിലൈസ് ചെയ്യും. ഈ സംഘർഷത്തിൽ പരിക്കൊക്കെ വെച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ? ഇല്ല, അങ്ങനെ പിന്നെ നിർമ്മലേരി കോളേജിൽ വെച്ച് സംഘർഷം നടക്കുമ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് 2 കൂട്ടർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. കോളേജ് അടച്ചിടുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെയുള്ള ആ കാലഘട്ടം എന്ന് സ്ഥിരമായ ഒരു സംഘർഷം. അല്ല, ഒരു കാലം ആ കാലഘട്ടത്തിലാണ് ഒരിക്കൽ അടച്ചിട്ടിട്ട് വലിയ പ്രക്ഷോഭമായി പി ജോസഫ് മന്ത്രിയായിരിക്കുന്ന അത് അത് ഞാൻ ഇറങ്ങിയതിന് ശേഷം ജിയോ പുളിക്കലച്ചൻ ഞാൻ മാനേജറായിരിക്കുന്ന ഇറങ്ങിയ ശേഷം അന്ന് ഗസ്റ്റ് ഹൗസിലൊക്കെ വലിയ മാരത്തോൺ ചർച്ചകളൊക്കെ ക്യാമ്പസ് അടച്ചിട്ടു. ജില്ലാ പ്രസിഡന്റ്. ഈ താലൂക്ക് ഭാരവാഹിത്തത് ഡിഗ്രി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ എന്താകണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഈ SLC പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ? സത്യത്തിൽ ഡോക്ടർ ആകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുക്കുന്നത് ആ സമയത്ത് അറിയാം. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അതിൽ ഇൻട്രസ്റ്റ് താല്പര്യം വന്നു. അങ്ങനെ ആ രീതിയിൽ പോയി. പിന്നെ കൗൺസിലറായി. പിന്നെ പോളിയിൽ വന്നു ചേർന്നു. അവിടെ KSU ജില്ലാ വൈസ് പ്രസിഡന്റ്. ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പോളിയിലേക്ക് വന്നു. തോട്ടട എല്ലാവരുടെയും കളരി അതാണ്. തോട്ടട പോളി എന്ന് പറഞ്ഞ കുറച്ച് സംഘർഷം. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് BSc സുവോളജി ആയിരുന്നു. അവിടെ തന്നെ ഡിഗ്രിയും ചെയ്തു. ആ ഡിഗ്രിയും 5 വർഷം നിർമ്മലഗിരി കണ്ടിന്യൂ പഠനം. പ്രീ ഡിഗ്രിയും ഡിഗ്രി അവിടെ നിന്ന് എടുത്തു. ഈ 5 വർഷക്കാലവും വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോളേജ് അടച്ചിടേണ്ട സാഹചര്യം വന്നു. അടിപിടി ഗുലുമാലൊക്കെ അടിയും അറിയാലോ. ആരൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ എതിരാളികൾ? SFIയുടെ അന്ന് എതിരാളി സുധീഷ്, നമ്മളെ സുധീഷ് ഉണ്ട്. പിന്നെ 2-3 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. അതെല്ലാം മറന്നുപോയി. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ അന്ന്? എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സഹപാഠികളായിട്ട് നമ്മളെ ഇപ്പോഴത്തെ വക്കീലായിട്ടുള്ള പിന്നെ സണ്ണി അഗസ്റ്റിൻ, പിന്നെ അതുപോലെ തന്നെ ചാക്കോച്ചൻ സന്യാസിനി, പിന്നെ മാത്യു, പിന്നെ ആൻ്റണി, ഇങ്ങനെ ജോസ് ജോബ്, അങ്ങനെ കുറച്ച് അങ്ങനെ കൃത്യമായിട്ട് ഡിഗ്രി പഠനം വളരെ ഭംഗിയായിട്ട് ഡിഗ്രി എല്ലാ പേപ്പറും കിട്ടി. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ എല്ലാ ഒരു ശ്രമം ബാക്കിയായിട്ടില്ല. സപ്ലിക്കാരനായിരുന്നില്ല. സപ്ലി ഉണ്ടായിരുന്നു. സപ്ലി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പിടിച്ചു, എല്ലാം എഴുതിയെടുത്തു. ശാന്തമായിട്ട് എനിക്ക് BSc സുവോളജിയാണ്. സുവോളജിയിലേക്ക് മാറാൻ കാരണം അല്ല, അത് പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ ആ ചോയ്സിലേക്ക് വന്നു. അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കിട്ടിയത് കയറി പഠിച്ചു. അങ്ങനെയാണ് അതിനെ കാണുന്നത്. മകനോട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് സഹോദരങ്ങളൊക്കെ സെറ്റിലായോ? അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതുണ്ട്. LLB. എത്ര പേരുണ്ട് അഭിഭാഷകർ വീട്ടിൽ? 2 പേര്. 3 പേര്, ഞാനടക്കം 3 പേര്. 3 അഭിഭാഷകർ. പിന്നെ കർഷകരാണ്. ബാക്കി എല്ലാവരും കർഷകരാണ്. 3 പേര് വക്കീലന്മാരായിട്ടുണ്ട്. അവരെവിടേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന? ഒരാൾ ബോംബെ ഹൈക്കോർട്ടിൽ, ഒരാൾ കാഞ്ഞങ്ങാട്. അപ്പോൾ സഹോദരങ്ങളെ 3 പേരാണ് വക്കീലന്മാരായി മാറിയത് അല്ലേ? ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പരിപാടി? ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ പോളിടെക്നിക്ക്. അതൊരു വല്ലാത്ത വരവാണല്ലോ, പിടികിട്ടാത്തൊരു വരവ്. BSc ഡിഗ്രി കഴിഞ്ഞിട്ട് ആൾ പിന്നെ പോളിയിലേക്ക് വരുമോ? അത് പോളിയിലേക്ക് വന്ന് ഞാൻ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയാണ് എൻ്റെ വീണ്ടും ഒരു രാഷ്ട്രീയ ഈ KSU രാഷ്ട്രീയത്തിലെ അക്രമം. അന്ന് K. സുധാകരൻ്റെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് അന്നുണ്ടായ ചില കാര്യങ്ങളൊക്കെ പോളിയിലേക്ക് കടക്കുന്നു. പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ആ കാലത്ത് തീപ്പൊരി പുറന്ന ക്യാമ്പസാണ്. എപ്പോൾ ഗുലുമാലാണ്, കേൾക്കുന്നിടത്തല്ല. അപ്പം നിങ്ങൾ ആ ക്യാമ്പസിലേക്ക് വരുന്നത് അത് എന്തുകൊണ്ടാണ്? ഡിഗ്രി കഴിഞ്ഞിട്ട് പോളിയുടെ ഡിപ്ലോമ അല്ലേ? എന്താ അതിൻ്റെ ഒരു മനഃശാസ്ത്രം പിടി കിട്ടുന്നില്ലല്ലോ? അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ സാധ്യതകൾ സാധ്യതകളുള്ള ടെക്നിക്കൽ ഫീൽഡിലെ സാധ്യത. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൂപ്പർവൈസിങ് ഇതായിട്ട് NTC മില്ലിൽ, മറ്റേ ഇവിടെ തിരുപ്പതി മില്ലിൽ കുറച്ച് കാലം പോയിരുന്നു. NTC മില്ലിൽ ഒരു കുറച്ച് കാലം, വളരെ കുറച്ച് കാലം. അപ്പോഴത്തേക്ക് പിന്നെ KSU ജില്ലാ പ്രസിഡന്റ് ആകുന്നതോടുകൂടി ഇതെല്ലാം വിട്ടു. അതൊന്നും പറയാം. ഈ തോട്ടട അല്ല, നിങ്ങളെ ഈ പോളിയിലെ അനുഭവങ്ങളൊന്ന് പറഞ്ഞു. അവിടെ പോളിയിലെ ഞാൻ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ കാണുന്നത് അന്നത്തെ യൂണിറ്റ് ഹൗസ് ഉണ്ടായിട്ടുള്ള മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു, ഇപ്പോൾ അദ്ദേഹം എൻജിനീയറിങ്ങിൻ്റെ പിന്നെ എൻജിനീയറായിട്ട് വളരെ വലിയ ഒരു നിലയിൽ വർക്ക് ചെയ്യുന്നൊരു, ചെല്ലുമ്പം കാണുന്ന ക്യാമ്പസിനുള്ളിലേക്ക് കയറുമ്പം കാണുന്നത് പിന്നെ അദ്ദേഹത്തെ ചവിട്ടി കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ആ ചവിട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത് എല്ലാവരും ഇങ്ങനെ പേടിച്ച് പറിച്ച് നിൽക്കുമ്പോൾ ഞാനിതെല്ലാം കണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നില്ലേ, ഞാനപ്പോൾ തന്നെ എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ KSU അടിയാണ്, തുടക്കത്തിലെ സ്റ്റാർട്ടിങ്ങിലുള്ള അടിയാണ്. ഞാനെടുത്ത് ഞാൻ തന്നെ കൂട്ടി ജില്ലാ ആശുപത്രിയിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി, ഞാൻ തന്നെ അവിടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു, ഇതാരപ്പം ഇങ്ങനെ ഒരാളിത് എടുത്തിട്ട് പോകുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതെല്ലാം എൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറി. അപ്പം ഞാൻ ആരാന്നുള്ള അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. ഞാൻ അപ്പോൾ തന്നെ ഞാൻ KSUവിൻ്റെ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം തന്നെ ബാക്കി അപ്പോഴത്തേക്ക് ഈ കുട്ടികളെല്ലാം എൻ്റെ KSUക്കാരെല്ലാം. പിന്നെ അവിടുന്ന് KSUവിൻ്റെ ഒരു വളർച്ച അവിടുന്ന് തുടങ്ങി.
ക്യാമ്പസിൽ KSUവിൻ്റെ അതുവരെ സ്ഥാനാർത്ഥിയൊക്കെ ജയിക്കുന്നു. KSUവിന് എപ്പോഴും അടികൊള്ളേണ്ട ഒരു ആ. സ്ഥലമായിരുന്നു. ആ അടി തിരിച്ചു അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നമ്മൾ നേർക്ക് നേർ. അപ്പോൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു പിന്തുണ അക്കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു. കിട്ടിയിരുന്നു. ഏറ്റുമുട്ടി കുട്ടികളെല്ലാം വളർന്നു ഏറ്റുമുട്ടി വളർന്ന പരിക്കേറ്റിട്ടുണ്ടോ അവിടുത്തെ കാലഘട്ടത്തിൽ? ആവശ്യം സ്ഥിരമായി അടിയിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നമുക്ക് അത് എതിർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അങ്ങനെ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ചവരല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കണ്ണൂരിലെ സജീവ രാഷ്ട്രീയത്തിൽ, ഈ സംഘർഷം നിറഞ്ഞ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർ ഭയപ്പെടുന്നുണ്ടായിരുന്നില്ലേ? ഇല്ല, അത് എൻ്റെ പിന്നെ ഏട്ടൻ കാഞ്ഞങ്ങാടല്ല, പുള്ളി ഈ രംഗത്ത് വലിയൊരു സ്വാധീനം ഉള്ളത്. പുള്ളി തിരുവനന്തപുരം സിറ്റി അവിടെ ലോ കോളേജിലെ ഗവൺമെൻറ് ലോ കോളേജിലെ കൗൺസിലറാണ്. പുള്ളി സിറ്റി കേസ് പേഴ്സൺ. അവിടെ വളരെ എല്ലാ രീതിയിലും എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടില്ല. പൊളിറ്റിക്സിന്റെ സ്വഭാവം വീട്ടിലറിയാം. അറിയാം. ഈ പോളിയിൽ എത്ര വർഷം? അതുപോലെ മറ്റേ ബോംബെയിലെ ഏട്ടനും ആ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ് പഠിച്ചത്. പുള്ളി ആ സമയത്ത് വലിയ ഒരു അന്ന് ഇപ്പോഴത്തെ പി നാരായണനും സതീഷ് ചന്ദ്രൻ അവരുടെ എല്ലാ കാലഘട്ടത്തിൽ ഒന്നിച്ചവർ ഉണ്ടായിരുന്നു. പോളി കാലഘട്ടം ഈ സംഘർഷത്തിലൊക്കെ താങ്കൾക്ക് പരിക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു? അത് എനിക്ക് പിന്നെ എൻ്റെ മുണ്ടടക്കം പറിച്ചുകൊണ്ട് അവിടെ പോളിടെക്നിക് ITൻ്റെ ക്യാമ്പസിൻ്റെ അടുത്ത് ഉള്ള ഇപ്പോൾ ഉള്ള നേതാക്കൾ തന്നെ അറിയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അടി കൊണ്ടും കൊടുത്തുമാണ് 2 വർഷക്കാലം. എപ്പോഴെങ്കിലും ഒരു ജീവൻ ഭയപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ എപ്പോഴും കയറി വന്ന് വളയലും അങ്ങനെ ആ സമയം ആ സംഘർഷത്തിൻ്റെ തന്നെ കാലഘട്ടമാണ്. പോളിയിൽ അവിടെ ഇലക്ഷൻ നടത്തണമെങ്കിൽ ഒരു പോളിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും പോലെ ഓരോ പോളിംഗ് ബൂത്തിലും പിന്നെ ക്ലാസ് റൂം ഓരോരോ പോലീസ് വണ്ടി ഇട്ടിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ സമയമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ബോംബേറ് കിടന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഘർഷങ്ങൾ വന്ന് ഞാൻ താമസിക്കുന്ന അവിടുത്തെ വന്ന് പോലീസ് മറ്റേ CPMൻ്റെ ആളുകളുടെ ആക്രമിക്കാനൊക്കെ വന്ന സാഹചര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു സംഘർഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം ഒരു അപ്രമാദിത്വത്തിലൂടെ നടന്ന ഒരു സ്ഥലത്ത് പ്രതിരോധം വന്നു എന്നുള്ളത്. ശരിക്കും പോളിയിൽ KSUവിന് നിവർന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും താങ്കൾ അവിടെ എത്തിയതിനു ശേഷം. ഏറ്റുമുട്ടലിലൂടെ തന്നെ മുന്നോട്ട് പോയി. എത്ര വർഷം പോളി കാലം? പോളിയിലെ 3 വർഷം. 3 വർഷം അവിടുന്ന് പാസ്സായി. ഈ സംഘർഷത്തിനിടെ പഠിച്ചെല്ലാം പാസ്സാകുന്നുണ്ടല്ലോ, ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? പലപ്പോഴും ഈ പൊളിറ്റിക്സിൽ സജീവമായാലും ജയിച്ചു വരാൻ കുറച്ച് പണിയാണ്. എല്ലാം ഉണ്ട്, എല്ലാം ഒരുമിച്ചാണ്. പോളി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും KSUവിൻ്റെ ഏത് പോസ്റ്റിലെത്തി? ഞാൻ പോളി കഴിയുമ്പോഴത്തേക്ക് KSU ജില്ലാ വൈസ് പ്രസിഡന്റ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഞാനത് കഴിഞ്ഞ് LLBക്ക് KSU ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ കുറച്ച് LLBക്ക് എവിടെയാണ് ചേർന്നത്? ലോ അക്കാഡമി, ലോ കോളേജ്, തിരുവനന്തപുരം. നമ്മുടെ നാരായണ കോഴിക്കോട്. കോഴിക്കോട് നാരായണ അവിടത്തേക്ക് പോയി. അപ്പോൾ പിന്നെ ഇവിടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കോളേജ് പഠനം ഒരുമിച്ച? അല്ല, അത് ഇവിടെ ആ സമയത്ത് അറ്റൻഡൻസിൻ്റെ എല്ലാം ഒന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കളരി കോഴിക്കോടിന്റെ ലോ കോളേജ് ആണല്ലോ. ആ ക്യാമ്പസിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? ആ ക്യാമ്പസിൽ പിന്നെ ഇവിടെ കണ്ണൂരിൽ നിന്ന് രാജീവൻ കപ്പച്ചേരി ഉണ്ടായിരുന്നു, ഇപ്പോൾ DC സെക്രട്ടറിയായിട്ടുള്ള. പിന്നെ എല്ലാം തിരുവനന്തപുരം മറ്റേ അങ്ങനെയുള്ള ക്യാമ്പസ് കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആസ്വാദനം ഒന്ന് ഇടക്ക് വരുന്നു, ഒരാഴ്ച പോവും, അങ്ങനെയുള്ളൊരു പെർമനന്റ് ആയിട്ട് അവിടെ ഇരുന്ന് പഠിക്കുന്ന പരിപാടിയൊന്നുമില്ല. പരീക്ഷയുടെ അത് ലോ അക്കാഡമിയിലെ പരീക്ഷ എഴുതി പാസ്സായ അതേ വർഷം പാസ്സാകാൻ പറ്റിയിട്ടില്ല. ഞാൻ പിന്നീട് അവിടെ പോയി ഇരുന്ന് പഠിച്ച് മാസങ്ങളോളം അതിനുവേണ്ടി ട്രൈ ചെയ്ത് ആണ് ഞാൻ. അതിലൊരു ഭാഗ്യം കൂടി വന്നിട്ടുണ്ട്. ഞാൻ പുലർച്ചെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി, ഉച്ചക്കാണ് പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിനും കഴിഞ്ഞ് ലോഡ്ജിൽ കയറി പഠിച്ച് ഒരു മണിയായപ്പം ഭക്ഷണം കഴിച്ച് 2 മണിക്കത്തെ പരീക്ഷയ്ക്ക് പിന്നെ ഓട്ടോറിക്ഷയിൽ നേരെ അങ്ങനെ പോക്കാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ രാവിലെ അവിടെ കുഴപ്പമൊന്നും കണ്ടില്ല. സെക്രട്ടേറിയറ്റിന് നേരെ ട്രിവാൻഡ്രം ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞു, അവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് റൂം എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അവിടെ കാണുന്ന മുഴുവൻ കല്ലും ചെരുപ്പും മാത്രം. സെക്രട്ടേറിയറ്റിൻ്റെ മുഴുവൻ കല്ല് ചെരുപ്പ് കാരണം
ഒരു ഓട്ടോറിക്ഷയില്ല, ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഞാൻ പിന്നെ എങ്ങനെ ഈ അവസാന എക്സാം ആയിരുന്നു, എങ്ങനെ എക്സാം എഴുതാൻ പോകുമെന്നുള്ള ആശങ്കയിലായി. ഒരു രക്ഷയുമില്ല. ഭക്ഷണം കഴിക്കണ്ട പോട്ടെ, പക്ഷെ ഇത് പരീക്ഷ എഴുതാൻ എത്തണ്ടേ. യാത്ര ചെയ്ത് അവിടെ എത്തണമല്ലോ. അപ്പം നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എവിടെ അങ്ങും ഇങ്ങെല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഓടുന്ന സമയത്താണ് ഒരു സൈഡിൽ ഒരു ഓട്ടോറിക്ഷ കുറേ അപ്പുറത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എങ്ങനെ പോകാനാ ചേട്ടാ, അതൊരു കാര്യം നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. അപ്പോൾ പിന്നെ അയാളെ ടിക്കറ്റ് എല്ലാം കാണിച്ചു. ഞാൻ പറഞ്ഞ അവസാന പരീക്ഷ, ഇത്രയും ദിവസം ഒരു മാസമായിരുന്നു കുത്തിയിരുന്ന് പഠിച്ചിട്ട്, അപ്പോൾ എന്നാൽ കയറുന്നു. എന്നിട്ട് അദ്ദേഹം ഇതിലെയല്ലോ ഈ വണ്ടി കൊണ്ടുപോയി. എന്നിട്ട് അവസാനം അയാൾ അവിടെ എത്തുമ്പോൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ അല്ല ക്വസ്റ്റ്യൻ ഇത് പേപ്പർ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഷീറ്റ്. പിന്നെ അതുകൊണ്ട് ഭാഗ്യത്തിന്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടില്ല, അതിനു മുമ്പ് തന്നെ ജസ്റ്റ് കയറാൻ പറ്റി. എൻ്റെ ആ ഭാഗ്യം. അത് അവസാന പരീക്ഷയായിരുന്നു. അതുകൂടി എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനുണ്ട്. ഇതൊരു സാഹചര്യം അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ LLB കംപ്ലീറ്റ്. അപ്പോഴത്തേക്ക് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് കണ്ണൂരിൽ തന്നെ. ഈ കണ്ണൂരിലും KSU ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കുറച്ച് കടുപ്പം പിടിച്ച പോസ്റ്റാണ്. അതെ, എപ്പോഴും സംഘർഷം. എപ്പോഴും കുഴപ്പമില്ല. എന്തൊക്കെയായിരുന്നു ആ കാലത്തെ പ്രധാന സമരങ്ങൾ? എന്തൊക്കെയായിരുന്നു സമരങ്ങൾ? നിരവധി സമരങ്ങൾ, ഒന്നും പറയാൻ. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടിയിട്ടുള്ള സമരമൊക്കെ ആ സമയത്തല്ലേ? അത് അതിന് കുറച്ചും കൂടി മുമ്പാണ്. അവർ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയല്ലോ. അത് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ അവർ വന്നു. അതൊരു നീണ്ട സമരമായിരുന്നു. നമ്മളെ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ കിടന്ന് റോഡിൽ ക്ലാസ് നടത്തലും പരിപാടിയൊക്കെ അത് നീണ്ടു നിന്ന ഒരു ശക്തമായ പ്രക്ഷോഭം. SFI ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംഘടനകളും ഒന്നിച്ചുള്ള ഒരു ശക്തമായ പോരാട്ടമായിരുന്നു. അല്ലേ? വേറെ ഓർമ്മിക്കുന്ന പ്രക്ഷോഭങ്ങൾ KSU കാലഘട്ടത്തിൽ? ഒരുപാട് പ്രക്ഷോഭങ്ങൾ, കളക്ടറേറ്റിൽ മാർച്ചുകളും മറ്റു. അടികൊണ്ടുണ്ടോ പോലീസിന് ഇത്? ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു സമരം നടന്നിട്ടുണ്ടാവില്ല. സൈത്തലാലിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജേഷ് ദിവാൻ SP ആയിരിക്കുമ്പോൾ അവിടെ മുകളിലോട്ട് ഇത് SP-യുടെ തോക്ക്, പിന്നെ പാറാവിൻ്റെ തോക്കെടുത്ത് എറിഞ്ഞ് പിന്നെ നമ്മൾ 40 പേര് ഈ മുകളിലേക്ക്, അന്ന് രാജേഷ് ദിവാൻ്റെ യാത്രയപ്പാണ്, അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളായി. DYSP-മാരായി ഹക്കീം ബത്തേരും ശ്രീ ഷുഗിൻ ഉൾപ്പെടെയുള്ള അവരൊക്കെ തന്നെ അന്ന് ഇത് അതിൻ്റെ ഉള്ളിൽ SP-യുടെ റൂമിനുള്ളിൽ കമ്മീഷണർ, അന്ന് കമ്മീഷണറല്ല SP അല്ല. അപ്പോൾ നമ്മളവിടെ കയറി 4 ഭാഗത്തുനിന്നും വന്ന് 40 പേര്. ചരിത്രത്തിൽ അങ്ങനെ SP-യുടെ ഉള്ളിലേക്ക് കയറി ഒരു സമരം കേരളത്തിലുണ്ടായിട്ടില്ല. അത് ഞാൻ KSU ജില്ലാ പ്രസിഡന്റ്. അന്ന് അടിച്ച് പണിയാക്കുന്ന, അന്ന് ജയിലിൽ കിടന്നു. എത്ര തവണ ജയിലിൽ കിടന്നു KSU കാലഘട്ടത്തിൽ? ഇത് 2 തവണയാണ് എനിക്ക്. ഇതാണ് പ്രധാന ഘടകം. ഇത് ആക്രമിക്കലാണ് ഏറ്റവും. അത് ഒരു എനിക്കന്ന്, ഞാനന്ന് ജയിലിലേക്ക് പോയി. അന്ന് രതീശൻ ബാച്ചനും ടിയോമോനും ഉണ്ടായിരുന്നു. അവർ ആശുപത്രിയിലേക്ക് പോയി. ഞാനപ്പോൾ എല്ലാവരും ജയിലിലേക്ക് പോകുമ്പോൾ ലീഡർഷിപ്പ് വേണമല്ലോ. അപ്പോൾ ഞാനത് സാരമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ജയിലിലേക്ക് പോയി. അങ്ങനെ ഒരു ജയിലിൽ നമ്മൾ ഏറ്റവും ആനന്ദകരമായ ഒരു ജീവിതം എന്ന് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8-10 ദിവസം അന്ന് നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ ഒന്നിച്ചു കൂടി ക്ലാസ് എടുക്കലും ക്യാമ്പുകൾ പോലെ അതിനെ മാറ്റി. അത് ഒരു ആദ്യത്തെ ദിവസമൊക്കെ ഒരുപാട് പേർക്ക് സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടായി. ഓരോരോ ദിവസം കഴിയുന്തോറും ജാമ്യം കിട്ടിയല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. കാരണം അത്ര ഒരു ഇൻറ്റിമസി. കാരണം KSUവിൻ്റെ ഒരു ക്യാമ്പാണല്ലോ KSUക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ജയിലിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ദിവസം റിമാൻഡായി എന്ന് എനിക്ക് തോന്നുന്നു 10 ദിവസം. അങ്ങനെ 10 ദിവസം കിടന്നിട്ടുണ്ടാവും. കാരണം SP ഓഫീസ് അക്രമമല്ലേ, ചെറിയ ഓഫൻസ് അല്ലല്ലോ. മാർട്ടിൻ അങ്ങനെ ജയിൽ മോചിത. ഇപ്പൊ വീട്ടിൽ അറിയുന്നുണ്ടോ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നവരൊക്കെ? പിന്നെ എല്ലാം അറിയും. വേറെ അമ്മക്ക് വെച്ചിന് പ്രശ്നമൊന്നുമില്ല? ഇല്ല, അവർക്ക് അങ്ങനത്തെ പ്രശ്നം ആർക്കും. നിങ്ങൾ ആദ്യം ജയിലിൽ പോയപ്പോൾ ഫീലിംഗ് എന്തായിരുന്നു? ഫസ്റ്റ്? ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ചായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു, പക്ഷെ കാരണം വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ ഇതിൽ ഇറങ്ങി പുറപ്പെട്ട്, എന്നാൽ ഏട്ടനായാലും ഏട്ടന്മാരായാലും ആർക്കും അതിനകത്തൊരു ഒന്നുമില്ല. അവരെല്ലാം ഒരു കോൺഗ്രസ് ആശയം ചിന്താഗതി ഉള്ള ഒരു അച്ഛനായാലും അത് അവിടെയുള്ള സമയത്ത് കേഞ്ചാണ്ടി അവരെല്ലാമായിട്ട് നല്ല ബന്ധമുള്ളവർ. അത് അമ്മ വീട്ടുകാരുമാണേലും അങ്ങനെ തന്നെയാണ്. അമ്മ വീട്ടിൽ അമ്മയുടെ അനിയൻ അവരുടെ അവിടെ വെച്ചാണ് KSUവിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ചേർന്നത്. KSUവിന് AK ആന്റണി, വയലാർ രവി ഇവരൊക്കെ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ചേർന്നത് എൻ്റെ അമ്മ വീട്ടിൽ, അമ്മയുടെ. അപ്പോൾ ഞാൻ അമ്മയുടെ അനിയൻ മരിച്ച സമയത്ത് ഞാൻ അവിടെ മരിച്ചടക്കിന് പോയിട്ട് ഞാൻ മടങ്ങുമ്പോൾ AK ആന്റണി എന്നെ വിളിക്കുകയാണ്.
JK ഇപ്പോൾ ഒരു 2 വർഷം 3 വർഷമായി 2-3 വർഷമായിട്ടു. KN സാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല ഇങ്ങനൊരു ബന്ധമുള്ളത് എന്താ പറയാഞ്ഞു. അപ്പം അത് മറ്റത്തിൽ ഇപ്പം നമ്മളെ മറ്റേ ഇതിലെ ഇവരുണ്ടല്ലോ മറ്റൊരു ഫാമിലി അത് അറിയപ്പെടുന്ന കുടുംബം. അപ്പം കേസിലുള്ള നമ്മളെ തിരുത്തൽ മതി മനസ്സിലായി. ആ ഇതാണ് ഒരു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബന്ധത്തിന് പിന്നെ അത് പറയണ്ടേ, എനിക്കറിയില്ലല്ലോ ഇത്, അതിനെപ്പറ്റി ഒന്നും ഞാനും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ അവിടെയാണ് അത് വയലാർജിയും അത് സംബന്ധിച്ച് എൻ്റെ അടുത്ത് ആ സമയത്ത് ഈ KSU കാലഘട്ടം കഴിഞ്ഞിട്ട് അപ്പോൾ സുധാകരൻ ഉണ്ടല്ലോ. അപ്പോൾ സുധാകരൻ കേരളത്തിൽ തന്നെ തീപ്പൊരിയായി നിൽക്കുന്ന കാലഘട്ടം, ബോംബ് അക്രമങ്ങൾ, സുധാകരന് നേരെ അക്രമം, അതൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാണ്? ഈ KSU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എത്ര വർഷം KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു? 10 വർഷത്തോളം. അത് കഴിഞ്ഞ് അത് ഞാൻ യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. KSU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് യുവജനക്ഷേമ ബോർഡിൻ്റെ ആ പോസ്റ്റിൽ എന്തൊക്കെ പ്രവർത്തികളാണ് കാര്യം? യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ പയ്യാമ്പലത്ത് പിന്നെ ഗ്ലൈഡിങ് കൊണ്ടുവന്നത് ഞാൻ ആദ്യമായിട്ട്. പയ്യാമ്പലം മുഴപ്പിലങ്ങാട് അവിടെ ബീച്ചിൽ പാരാഗ്ലൈഡിങ് ഉണ്ട്. പാരാസൈലിംഗ് മാത്രമല്ല, ഗ്ലൈഡിങ്, അതുപോലെ തന്നെ പിന്നെ മറ്റേ സാഹസികമായിട്ടുള്ള മറ്റുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുവന്നു. പിന്നെ ജില്ലയിലെ മിക്കവാറും എല്ലാ ക്ലബ്ബുകൾക്കും അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ, മറ്റു പഠനം, മറ്റു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ അന്യം നിന്ന് പോകുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഫണ്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കോട്ടയം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതിൻ്റേതായ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടി. ഞാൻ DTPCയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ DTPC ആയിട്ട് സഹകരിച്ചുകൊണ്ട് അന്ന് നല്ല നിലയിലാണ് DTPC ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കണ്ണൂർ മഹോത്സവമെല്ലാം ഞങ്ങളാണ് നടത്തിയത് ആ കാലഘട്ടത്തിൽ. DTPC പിന്നെ കണ്ണൂർ യുവജനക്ഷേമ ബോർഡും എല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി രണ്ടാമത് കണ്ണൂർ മഹോത്സവം തുടക്കം കുറിച്ചത്. അതിനകത്ത് രത്തൻ അസിസ്റ്റന്റ് കളക്ടറായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ എഫേർട്ട് അതിനകത്തുണ്ടായിരുന്നു. അന്ന് കളക്ടറായിരുന്നത് ജ്യോതിലാൽ കഴിഞ്ഞിട്ട് വന്ന അല്ല ഇഷിതാർ റോയിക്കും ഇടയിലുണ്ട്. അതിനുശേഷമാണ് ഇഷിതാർ റോയി വന്നത്. ഈ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വിശ്വാസ് സിൻഹയല്ല, അതിപ്പോഴത്തെ അപ്പോൾ ആ കാലഘട്ടത്തിൽ നല്ല ഒത്തിരി പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ. അത് എത്ര വർഷം യുവജന ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട്? 4 വർഷം. ഈ സേവറി അക്രമം, നാൽപ്പാടി വാസു വെടിവെപ്പ്, അതുപോലെ DCC ഓഫീസിലെ ബോംബ് ഉണ്ടാക്കൽ, ഈ സമയത്തൊക്കെ നിങ്ങൾ സജീവമാണല്ലോ. ആ ഒരു കൊണ്ടും കൊടുത്തും ആളുകൾ കൊല്ലപ്പെടുന്നു, ബോംബേർ ഉണ്ടാകുന്നു. ആ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇന്നത്തെ തലമുറയ്ക്ക് സുപരിചിതമല്ല. അത് ഒന്ന് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റും? അന്ന് ആക്ച്വലി പിന്നെ ആ സംഭവങ്ങൾക്കൊക്കെ തുടക്കം ഒരു ഏകപക്ഷീയമായുള്ള അക്രമം CPMൻ്റെ ഭാഗത്ത് വരികയാണ്. അത് ക്യാമ്പസിൽ, ഞാൻ പറഞ്ഞില്ലേ, കോളേജിലെ ക്യാമ്പസിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമാണ്. അത് ഇപ്പോൾ സ്ഥിരം ഒരു ക്രിമിനൽ സംഘങ്ങളെ പോലെയാണ് ക്യാമ്പസുകൾ. അതിനൊക്കെ തടയിട്ട് ചോദ്യം ചെയ്ത് അവരുടെ ജീവിക്കാനും സംഘടനാ പ്രവർത്തനം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ആദ്യം ആ അക്രമം നടക്കുമ്പോൾ കോൺഗ്രസിനെ ആക്രമിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു അക്രമ പരമ്പരകൾ അവിടെ സംഭവിക്കുകയാണ്. സേവറി ഹോട്ടലിലെ സംഭവം അതോടനുബന്ധിച്ച് അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു. ഈ സജിത് ലാലിൻ്റെ മരണം എങ്ങനെയായിരുന്നു? നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരവും ഉണ്ടായ എൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അന്നൊക്കെ ഈ സംഘർഷം ഉറ്റു നിൽക്കുന്ന സമയമാണ്. ഇപ്പം ഞാനന്ന് ലോ കോളേജിൽ പഠിക്കുന്ന ലോ അക്കാഡമി പഠിക്കുന്ന സമയം. അപ്പോൾ ആ ലോ അക്കാഡമിയിലുള്ള ആ സമയത്ത് കുട്ടികൾ എന്നെ കാണുമ്പോൾ എന്നെ കിട്ടാഞ്ഞിട്ടാണ് സൈത്തലാലിനെ കൊന്നതെന്ന് വരെ അവർ വിശ്വസിക്കുന്നവർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെയും തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. അപ്പോൾ സൈത്തലാൽ ഒരു എല്ലാ സ്ഥലത്തും പോയി KSUവിൻ്റെ കൊടി നാട്ടാനും, അതുപോലെ തന്നെ അതിലെല്ലാം ഉപരിയായി സൈത്തലാൽ ഈ കാരുണ്യ പ്രവർത്തന രംഗത്ത് KSU എന്നുള്ള നല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് എല്ലാവരെയും കാണാനും കേൾക്കാനും അവരോട് ഒത്തുചേരാനും
അവർക്ക് വേണ്ട സഹായം എത്തിക്കാനുള്ള സൈത്തലാൻ്റെതായ ഒരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അവരെ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം വിരളി പിടിപ്പിച്ചത്. CPM-ന്റെ അക്രമം എടുത്ത് നോക്കിക്കോ, നിങ്ങൾ ലോക്കലിൽ നന്നായിട്ട് ആക്ട് ചെയ്യുന്നവരെയാണ് അവർ വകവരുത്തുന്നത്. ഇപ്പോൾ ആന്തൂർദാസൻ, സുഹൈബ് ആ. സുഹൈബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എടയന്നൂരിൽ ഒരു എന്താ അവിടുത്തെ ഒരു എല്ലാമായിരുന്നു. എല്ലാ വീടുകൾക്കും സുപരിചിതനായ ഒരു കാരുണ്യ പ്രവർത്തന പ്രത്യേകമായ ട്രസ്റ്റും കാര്യങ്ങളുള്ള ഒരുത്തനാണ്. നമുക്ക് പെരിയയിലെ ഇവരെ നമ്മളെ ഇരട്ട കൊലപാതകം അവരുടെ ഒരു അവർ പിന്നെ പഠിക്കാൻ സാമ്പത്തികമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ട്യൂഷൻ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ മറ്റേ മൃദംഗം, മറ്റ് ഇത്തരം കലാപരമായ കാര്യങ്ങളിലേക്കെല്ലാം പഠിക്കാൻ പറ്റാത്തവർക്ക് സാമ്പത്തികം ഇല്ലാത്തവരൊക്കെ പഠിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന അപ്പോൾ അവരും വേണ്ട. ദാസൻ്റെ പറഞ്ഞില്ലേ, ദാസൻ എന്താ കാര്യം? ദാസൻ്റെ സത്യത്തിൽ ദാസൻ്റെ ഭാര്യ അടക്കം അവിടെ മത്സരിക്കുമ്പോൾ എല്ലാ സീറ്റുകളിലും വലിയ മുന്നേറ്റം നടത്തി. അപ്പം ദാസനും വേണ്ട. അങ്ങനെ വളർന്നു വരുന്ന ദാസനെ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് വരുമ്പോൾ അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നാട്ടിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി കാര്യങ്ങളെല്ലാം നടത്തിയ ദാസൻ. അപ്പം അങ്ങനെയുള്ളവരെ വകവരുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു CPM നടത്തുന്നത്. അതിനെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് നടത്തിയതാണ് ഇന്നും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ സജിത് മരണം എപ്പോഴാണ് അറിയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഓർമ്മ, ആ ദിവസത്തിന്റെ ഓർമ്മ എങ്ങനെയാണ്? ആ ദിവസത്തിൻ്റെ അത് ഒരു വല്ലാത്ത, കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് അറിയുമ്പോൾ തന്നെ അദ്ദേഹം ആ പയ്യന്നൂരിൽ നടക്കുന്ന സമയത്താണ് അവരെ അറിയുമ്പോൾ തന്നെ അത് ഏകദേശം സംഭവം കഴിഞ്ഞിരുന്നു. ഒരു ഭീകരമായ ഒരു ഓർമ്മയിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരുപാട് മരണങ്ങൾ അതിനകത്തുണ്ടായി. ഈ സുധീഷിൻ്റെ മരണം, നിങ്ങൾ ഒരു എതിർ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഭയങ്കര സ്വാത്വികനായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ മരണത്തെ? സുധീഷിൻ്റെ മരണം എന്ന് പറയുന്നത്, സുധീഷിൻ്റെ നമ്മളെ സുരേഷ് ബാബു പാറായി എന്ന് പറയുന്ന നമ്മളെ ക്യാമ്പസിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളോട് ഒന്നിച്ച് പഠിച്ച ഇപ്പം മിലിറ്ററി കഴിഞ്ഞിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കല്യാണം മൗഞ്ച് അങ്ങ് കുത്തോർമ്പ് മച്ച് അവിടെ ഞാനും ടി.ഒ. മോഹനും കൂടി പോയി എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞാൻ മോഹനും പരിചയമുണ്ട്. നമ്മളങ്ങ് പോയി അവിടെ കല്യാണത്തിനെല്ലാം കൂടി തലേദിവസം രാത്രി സുധീഷ് അവിടെ എത്തി. സുധീഷ് അവിടെ ഉണ്ട്. അപ്പോൾ സുധീഷ് സംസാരിച്ച് അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ പോവാം നമ്മൾ പറഞ്ഞു. നമ്മളിങ്ങ് വന്നു. പിറ്റേ ദിവസം രാവിലെ അല്ലേ കല്യാണത്തിന് നമ്മൾ പോകേണ്ടതാണ്. അപ്പോൾ സംഭവം പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് സുധീഷ് കൊല്ലപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പിറ്റേ ദിവസം എന്തോ അവിടുന്ന് യാത്ര പറഞ്ഞപ്പെട്ട പിന്നെ അതൊരു വല്ലാത്തൊരു അങ്ങനെ വർത്തമാനം പറഞ്ഞൊരു ആള് അങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതൊരു ഓർമ്മയിൽ ഒരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ വർത്തമാനം പറഞ്ഞു വന്ന് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ സുധീഷിൻ്റെ കൊലപാതകം, സജിത് ലാലിൻ്റെ കൊലപാതകം, ഈ അക്രമ പരമ്പര, അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഈ തെക്കൻ ജില്ലകളിലേക്കുള്ള ബന്ധുക്കൾ അതുപോലെ കുടുംബക്കാരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടോ ഇതൊരു എന്തിനെ നിർത്തിക്കോന്ന് പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ പക്ഷേ അവരൊക്കെ തന്നെ കുറച്ച് ബോൾഡായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനും കൂടുതൽ എന്താ എനിക്കറിയത്തില്ല. അങ്ങനെ ആർക്കും ഒന്നുമില്ല, അങ്ങനത്തെ ഇല്ല. പക്ഷേ ഈ പാനൂരും പ്രദേശത്തെല്ലാം ഞാൻ മനസ്സിലാക്കുക ആ സമയത്ത് കല്യാണം കഴിക്കാവുന്ന കാര്യത്തിലൊക്കെ വലിയ അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ പുറത്തോട്ട് ചെല്ലുമ്പം കേൾക്കുന്നത് ഭയങ്കര ഭീകരതയാണ്. ഇപ്പോൾ ലോ അക്കാഡമിയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ കണ്ണൂരിലേക്ക് കാലുകുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം വരെയാണ്. പക്ഷെ നമുക്ക് അത് നേരിട്ട് നമ്മൾ കാണുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. പക്ഷെ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ അതിനേക്കാളും വലിയ ഭീകരതയായിട്ടാണ് ആള്. ഈ DCC ഓഫീസിൽ ബോംബ് പ്രദർശനമൊക്കെ നടക്കുന്ന കാലത്ത് നിങ്ങൾ ഉണ്ടാവില്ല? DCC ഓഫീസിന് നേരെയൊക്കെ ഭീഷണിയുള്ള കാലം. പിന്നെ DCC ഓഫീസ് എത്ര നേരം പിന്നെ പരിഹാരം മെഡിക്കൽ കോളേജിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട്. അങ്ങനെ ഈ സഹകരണ AK തെരഞ്ഞെടുപ്പ്, പിന്നെ ജൂബ ബാങ്ക് തെരഞ്ഞെടുപ്പ്, അങ്ങനെ അതിലൊക്കെ ഇൻവോൾവ് ചെയ്ത ഒരാളാണ് ഞാൻ. പരിഹാരം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒക്കെ ഇവിടെ നടന്ന സംഭവങ്ങൾ അറിയാമല്ലോ.
അങ്ങനെയല്ല, ഒരുപാട് തലനാരിഴക്കാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത്. അതെ 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 ഒരുപാട് കേസുകൾ ഇതിലെ വരുന്ന. ഞാൻ DCC ഭാരവാഹി ആയിരിക്കും, കേസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇതിലേ പോയ കേസിൽ ആദ്യത്തെ പ്രതിയായിരിക്കും. മൊത്തം എത്ര കേസ് ഉണ്ടായിരുന്നു? അത് ഓർമ്മയില്ലാത്ത കാര്യമാണ്. പോളി പഠിക്കുന്ന സമയത്ത് കേസിന്റെ പരമ്പര തന്നെയാണ്. പിന്നെ വക്കീലായി കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അപ്പുറമാണോ നിൽക്കേണ്ടത് ഇപ്പുറമാണോ നിൽക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ വഴിക്ക് അധികം പോയിട്ടില്ല. പ്രാക്ടീസ് തുടങ്ങി എന്നല്ലാണ്ട് പിന്നെ കോടതിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ വളരെ സംഘർഷം നിറഞ്ഞ ഒരു പൊതുപ്രവർത്തന കാലമായിരുന്നു അത്. അതെ അതെ KSU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് പിന്നെ എങ്ങോട്ടാ DCCയുടെ DCC ഭാരവാഹിയായിട്ട് വന്നു. ഏത് പോസ്റ്റിലേക്ക് എത്തുന്നത്? DCC ജനറൽ സെക്രട്ടറി. ഓക്കെ. അങ്ങനെ പിന്നെ DCC സെക്രട്ടറി ആയി. ഈ ഈ ഇതിന്റെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ചെയർമാനായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? അതിനകത്ത് 1 വർഷമുണ്ട്. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രവർത്തനമൊക്കെ? അത് അവിടെ ഈ കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം. 1 വർഷം അതിനകത്ത് പ്രവർത്തിച്ചു. ഈ DCC സെക്രട്ടറി ജനറൽ സെക്രട്ടറി പദവിയിലേക്കാണ് KSU എന്ന് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. ഇല്ലല്ല, ഞാൻ അതിനുശേഷം യുവജനക്ഷേമ ബോർഡ് ചെയർമാനായി പോയത്. അങ്ങനെ അതുകൊണ്ട് പിന്നെ യൂത്തിൽ സജീവമായിട്ടില്ല. പിന്നെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് KPCC DCC ഭാരവാഹിത്വം പിന്നെ KPCC മെമ്പറായി. പിന്നെ അവിടുന്ന് KPCC എക്സിക്യൂട്ടീവ് മെമ്പറായി. അവിടുന്ന് പിന്നെ അടുത്ത ഇതിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട്. എത്ര കാലം KPCC ജനറൽ സെക്രട്ടറി? ഒരു 1.5 വർഷത്തോളം. 1.5 വർഷത്തോളം. ഈ KPCC കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എപ്പോഴും ഗ്രൂപ്പുകൾ വളരെ സജീവമാണല്ലോ. കണ്ണൂരിൽ NR ആയിരുന്നു ഒരു കാലത്ത്, അല്ല SR ആന്റണി, NR, കെ സുധാകരൻ വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ആള് NR ആയിരുന്നു. ഇവരൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിബന്ധം എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അത്യാവശ്യം ഗ്രൂപ്പ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവരുമായിട്ടൊരു മിങ്കിൾ ചെയ്ത്. ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും, അത് നൂർദീൻ സാഹിബ്, NR, VR എല്ലാവരുമായിട്ടും നല്ലൊരു ലൈസൻസിലാണ് ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ആയാലും എല്ലാവരുമായിട്ടും ഉള്ള ഒരു ആത്മബന്ധം. ജയശീലേട്ടന് ഒരുപാട് ലീഡേഴ്സാണ് നമുക്കിപ്പം നഷ്ടപ്പെട്ടത്. അവരുടെയൊക്കെ ഒരു ഭയങ്കര ഒരു K സുരേന്ദ്രൻ, സതീശൻ ബച്ചേരി, ജയശീലൻ, VR, NR, SR ഇവരൊക്കെ. SR പിന്നെ കുറച്ച് കടന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. കടമ്പൂരാൻ്റെ ഇവരുടെയൊക്കെ വേർപാട്, നൂർദീൻ സാഹിബിൻ്റെയൊക്കെ ആ കാണുകയും ആ പ്രസന്നതയും ആ ഇതൊക്കെ തന്നെ ഒരു ഊർജമാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും NRൻ്റെ സ്നേഹവും അതുപോലെ തന്നെ കടമ്പൂരാൻ്റെ ജയശീലിൻ്റെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ അതൊരു ആ ഒരു ലീഡർഷിപ്പിൻ്റെ ആ ഒരു സുരേന്ദ്രേട്ടൻ്റെ പൊട്ടിച്ചിരി പിന്നെ സതീശൻ ബച്ചേനിൻ്റെ ആ ഒരു ഞങ്ങളെ രാഷ്ട്രീയത്തിൽ ഞാനും സതീശനും ടോമൻ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ വളർന്നു വന്ന ആരാണ്. ഈ മേയർ പദവി ഒരു തലനാരിഴക്കാണ്. നിങ്ങൾ മേയറാവുന്നത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. തലനാരിഴയ്ക്ക് അത് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാരണം കണ്ണൂർ കോർപ്പറേഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, ഒന്നുമില്ല. കാരണം പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഒരിക്കലും എവിടെ ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഇന്നുവരെ ഞാൻ ആരും പറഞ്ഞ ഇന്നുവരെ ഞാനൊരു പോസ്റ്റ് അങ്ങനെ അതിൻ്റെ ഒരു നടക്കുമെന്നുള്ള ഒരു വിശ്വാസം. നമ്മളിപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ഭാവി അവതരണത്തിലാക്കി നിന്നത് ഇരിക്കൂറിലെ MLA 10-40 വർഷം. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി? കാരണം കണ്ണൂർ പോലുള്ളൊരു എൻ്റെ ഒരു ചോദ്യമാണ്, സാധാരണ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യമാണ്. കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് എന്നും CPM-നോട് ഫൈറ്റ് ചെയ്ത് ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഒരു ഭാഗത്ത്, അവർക്ക് ഏക സാഹചര്യമുള്ള 2 മണ്ഡലമാണ്, ഒന്ന് ഇരിക്കൂറും ഒന്ന് പേരാവൂരും. കണ്ണൂർ അത്ര സാധ്യത പലപ്പോഴും ഉണ്ടായിട്ടില്ല. ഈ മണ്ഡലങ്ങൾ ഇപ്പം ഇരിക്കൂർ 40 വർഷം ഒരാൾ വന്നങ്ങ് നിൽക്കുക, ഈ സാധ്യതകൾ ഇല്ലാതാക്കുക, ഒത്തിരി മനുഷ്യർക്ക് അവസരം നഷ്ടപ്പെടുക. നിങ്ങളെപ്പോലുള്ള ഒരാൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അത് പാർട്ടി അതിനകത്ത് വ്യക്തമായ തീരുമാനം പാർട്ടിയല്ലേ കൈക്കൊള്ളണ്ടേ. AICC-യും KPCC ഒക്കെ അത് കൃത്യമായി വിലയിരുത്തി കൃത്യമായി അതിന് വേണ്ട അത് എങ്ങനെയാണ് അതിന് യുക്തമായ രീതിയിൽ KPCC
AICC അത് ചെയ്യണമെന്നുള്ള അത് ബാല്യകാലം മുതൽ സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് താങ്കൾ. 4 പതിറ്റാണ്ടായി. ഒരു MLA, ഒരു MP, ഒരു മന്ത്രിയൊക്കെ ആളുടെ കാലം കഴിഞ്ഞു. കാരണം 40 വർഷം എക്സ്പീരിയൻസുള്ള ആൾ ഇങ്ങനെ അടിയും കേസും കുലുമാലും ജയിൽ ജീവിതവും എല്ലാം അനുഭവിച്ചു വന്ന പ്രവർത്തകർക്ക് അവസരം കിട്ടുന്നുണ്ടോ എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ എന്ത് മറുപടി പറയാൻ പറ്റും നമുക്ക്? അല്ല അത് പിന്നെ ഒരുപാട് പേര് പാർട്ടിയിൽ ഇത്തരം പ്രവർത്തിച്ചിട്ട് സ്ഥാനമാനങ്ങളും ഒന്നും MLA യോ MP ഒന്നും ആകാൻ പറ്റാതെ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. പക്ഷെ ഇത്തവണ എന്തോ ഒരു ഭാഗ്യം കുറേ ആളുകൾ കയറി എന്നുള്ളതാണ്. കാരണം സാധാരണ അങ്ങനെ ജയിക്കുന്ന സീറ്റുകൾ കിട്ടൽ കുറവായിരുന്നു. പക്ഷെ ഇത്തവണ ഏത് സീറ്റിലും നിന്നാലും ജയിക്കുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ചെറുപ്പക്കാരായ ആളുകൾക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ഈ DCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തളിപ്പറമ്പിൽ അബ്ദുൾ റഷീദ് അവിടെ ഗ്രൗണ്ട് വർക്ക് ചെയ്ത് മത്സരിക്കാൻ തയ്യാറായി നിന്നൊരു ചെറുപ്പക്കാരൻ, 100% വിജയിക്കുമെന്ന് ആളുകൾ കരുതുന്ന ഒരു സ്ഥാനാർത്ഥി, പിന്നെ ആ രീതിയിൽ ചിരിക്കുന്നൊരു മുഖം, അദ്ദേഹത്തെ മാറ്റി അവിടെ ഒരു സ്വതന്ത്രനെ കൊണ്ടുവരാൻ തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ താങ്കൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദം എന്തായിരുന്നു? എന്തായാലും എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത്. അതിനകത്ത് ഉണ്ടായത് ഇപ്പോൾ തളിപ്പറമ്പിലെ സാഹചര്യത്തിൽ അവിടെ ലീഡർഷിപ്പുമായി ചർച്ച ചെയ്ത് ലീഡർഷിപ്പിൻ്റെ കൂടി ലോക്കൽ ലീഡർഷിപ്പിൻ്റെ കൂടി ആഫീസിൽ വിളിച്ചുവരുത്തി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കൂടി അഭിപ്രായം സ്വരൂപിച്ചിട്ടാണ് അത്തരമൊരു തീരുമാനത്തേക്ക് DCC എത്തിയത്. എളുപ്പമായിരുന്നു അത്? വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പയ്യന്നൂരോ? പയ്യന്നൂരിൽ ഒരു പ്രയാസമാണ്. പയ്യന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ജയിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ നീക്കിയതാണ്. എന്നാലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിജയം? സത്യമായിട്ട് പറയണം, കാരണം ഞങ്ങൾക്ക് 2 കോട്ടകളാണ്. ആ കോട്ട അത് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോഴത്തേക്ക് തളിപ്പറമ്പിൽ നമ്മൾ പ്രതീക്ഷ നമുക്ക് അധികം തന്നെ ഉണ്ടായിരുന്നു ജയിക്കുന്നുള്ളത്. പയ്യന്നൂരിൽ അത്രയ്ക്കുണ്ട്. പിന്നെ പയ്യന്നൂരിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തളിപ്പറമ്പിനേക്കാൾ കൂടുതൽ സാധ്യത പയ്യന്നൂരിലേക്കാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ഇവർ ഓരോരുത്തരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ രസകരമായി അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു CPM വിരുദ്ധത അല്ലെങ്കിൽ എതിർ കാൻഡിഡേറ്റിനോടുള്ള വിരുദ്ധത അവിടെ ഉണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അവസാനമായി കൃത്യമായി ഇദ്ദേഹം വീടുകളിൽ വോട്ട് ചെയ്യിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ അദ്ദേഹം കൈവീശുമ്പോൾ കിട്ടുന്ന ആ വിടുന്ന, കാരണം ഒരു CPM സെൻട്രലിൽ കൈവീശുമ്പോൾ അവർ സാധാരണ മൈൻഡ് ചെയ്യാണ്. കാരണം കുലംകുത്തി എന്നൊക്കെയല്ലേ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളെ മൈൻഡ് ചെയ്യുമല്ലോ. പക്ഷെ ആ ഒരു അപ്രോച്ച് അല്ല ഇദ്ദേഹത്തോട് ഉണ്ടായിരുന്നത്, കുഞ്ഞികൃഷ്ണനോട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജയിക്കുന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് സംഭവത്തി. അപ്പം നമ്മളെ ഫുള്ളായിട്ടുള്ള വോട്ടും CPMൽ ഒരു വോട്ടും കൂടി കിട്ടുമ്പോൾ ജയിക്കും കുഞ്ഞികൃഷ്ണൻ ആ വോട്ട് പിടിക്കാനുള്ള സാധ്യത അവിടെ കണ്ടു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അതുപോലെ തളിപ്പറമ്പിൽ നമ്മൾ വിജയിച്ചു ഉറപ്പായിട്ട് നമുക്ക്, കാരണം അത്രമാത്രം എതിർ കാൻഡിഡേറ്റിനോടുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. എന്തായാലും ഈ കണ്ണൂർ ജില്ലയിലെ വിജയം, തെക്കൻ ജില്ലകളിലെ ഓട്ടെ, കണ്ണൂർ ഈ പാർട്ടിയുടെ കോട്ടകളൊക്കെ ഇങ്ങനെ തകർത്തുണ്ടായ ഒരു വിജയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കണ്ണൂർ CPMൻ്റെ കോട്ടകൾ തകർക്കപ്പെട്ടു. അത് നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ഈ എല്ലാ രീതിയിലുമുള്ള ഫങ്ഷനിങ് നമ്മൾ നടത്തി. നമ്മൾ ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ, നമ്മൾ ബൂത്തിലേക്ക് കൃത്യമായ മിനിറ്റ്സ് ബുക്ക്, കണ്ണൂർ ജില്ലയിൽ എല്ലാ ബൂത്തിലും മിനിറ്റ്സ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാ വാർഡിലും മിനിറ്റ്സ് ബുക്ക് DCC കൊടുത്തിട്ടുണ്ട്, എല്ലാ മണ്ഡലത്തിനും കൊടുത്തിട്ടുണ്ട്, അവരെല്ലാ ബ്ലോക്കിനും കൊടുത്തിട്ടുണ്ട്. അവരെ കൃത്യമായ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായ മീറ്റിങ്ങുകളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള ഡ്രൈവ് പലതവണ ബ്ലോക്ക് തലത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ വർക്ക് നമ്മൾ ചോക്കോട്ടിയെടുത്തിട്ടുണ്ട്. അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പണ്ട് കാലത്തുള്ള പോലെ വലിയ ഒരു കശവശയും ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് എങ്ങനെയാ ഇതെല്ലാം ഈ ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എല്ലാം താപ്പാനകളാണല്ലോ. എല്ലാവരും സാധിക്കുന്നു പ്രസിഡന്റിന്.
എല്ലാവരെയും നമ്മൾ സമന്വയത്തില്ല. കാരണം ഇന്നതല്ലല്ലോ, ഗ്രൂപ്പ് അല്ലല്ലോ. അത്യധികമായി ഈ കഷ്ടപ്പെട്ട വർക്കേഴ്സിനെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. മത്സരിക്കുന്നവരൊക്കെ അവർക്ക് എങ്ങനെ ഒരു മെമ്പറോ അല്ലെ ആകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് മുകളിൽ നിന്നിട്ട് ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നേതാക്കന്മാർ കളിക്കുന്നവർക്ക് സ്വീകാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ സാധാരണക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെപ്പോഴും കാണുന്നത്. അവർക്ക് ഗ്രൂപ്പ് കൊണ്ട് ഒന്നും കാര്യമില്ല. അവരെന്തിനാണ് വർക്ക് ചെയ്യുന്നത്? അവരിപ്പോൾ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണക്കാരുടെ കാര്യം കൊടുത്താൽ അവർ ഒന്നും വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. പിന്നെ ജോലി കിട്ടുന്നോ മറ്റ് സഹായം കിട്ടുന്നോ അങ്ങനെ. പക്ഷെ അവരൊക്കെ പാർട്ടിയോടുള്ള ആ ഒരു കൂറാണ് അവരുടെ എല്ലാം. ഇപ്പോൾ നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയം വരുമ്പോൾ പാർട്ടി നമ്മൾ പറയാതെ തന്നെ വോട്ട് ചേർക്കാൻ തുടങ്ങുന്ന ഒരുപാട് പാർട്ടി വർക്കേഴ്സ് ഈ പാർട്ടിയിലുണ്ട്. അവരത് അവരത് അവരുടെ ഒരു ഇതാണ് കോൺഗ്രസിനോടുള്ള സ്നേഹം. നമ്മളിപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രായമായവർ പറയുന്നത് എന്ത് വന്ന് അതിൽ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വികാരം ഉള്ള ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ള അവരുടെ ആ ഒരു ഇതാണ് ഇന്നും ഈ പ്രസ്ഥാനം നിലനിർത്തുന്ന ഒരു സംശയമില്ല. അവരുടെ ആ സ്നേഹവും അവരുടെ പാർട്ടിയോടുള്ള കൂറ് അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നിലനിൽപ്പായിട്ട് ഞാൻ. മാർട്ടിൻ ചെറുപ്പത്തിൽ ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം. അതിന് പ്രീ ഡിഗ്രിക്ക് സയൻസ് എടുത്തു. പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു. പിന്നെ പോളിടെക്നിക്ക് പോയി ടെക്നിക്കൽ രംഗത്ത് പിടിച്ചു കയറാൻ ശ്രമിച്ചു. പിന്നെ അവിടുന്ന് അഭിഭാഷകരിലേക്ക് പോകുന്നു. LLB എടുക്കുന്നു. ആ LLBയും മടക്കി കെട്ടി അവിടെ വെക്കുന്നു. എന്ന് പറഞ്ഞാൽ ഡോക്ടറാകുന്നു, അത് മടക്കി കെട്ടി വെക്കുന്നു. ടെക്നിക്കൽ സൈഡിൽ ജോലിയായിരിക്കുമല്ലോ ലക്ഷ്യമിടുന്നത്. പോളി പോകുന്നവൻ വേറെ ഒന്നും ലക്ഷ്യമിടും, വേറെ പ്രാക്ടീസൊന്നും ഇല്ലല്ലോ. മൂന്നാമത് LLB ചെയ്യുന്നു, അഭിഭാഷകനാകാൻ ആണ്. ഈ 3 ഘട്ടങ്ങൾ കടന്ന് പൊളിറ്റീഷ്യനായിട്ടും ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? പ്ലസ് ആണോ മൈനസ് ആണോ? അതായത് ഒരു മന്ത്രി MLA ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സമാധാനം ഉണ്ടാവുമായിരുന്നു. പ്ലസ് ആണോ മൈനസ് ആണോ? ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് പ്ലസ് ആയിട്ട് മാത്രം എല്ലാത്തിനും കാണുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒരു ഇതല്ല. ഇപ്പം ഞാൻ നവാസിനോട് ഇപ്പം നവാസ് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടറായിരുന്നു സംസാരിക്കില്ല. അങ്ങനെ ഇത് കുറച്ച് സാമ്പത്തിക ലാഭം കിട്ടുമായിരിക്കും, അത് സമയമാണ്. ഇപ്പം ഡോക്ടറായാലും ജോലി കിട്ടിയാലും അല്ല LLB ആയാലും നല്ല പ്രാക്ടീസ് അത് ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പിന്നെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ സത്യസന്ധമായ ഒരു ഇത് നടത്തുമ്പോൾ കിട്ടുന്നത് ഒരു വലിയ. ഞാനിപ്പോൾ എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ, അതായത് സാമ്പത്തികപരമല്ല, ഞാൻ വഴി ഇന്നത് ചെയ്താൽ ഇന്നത് നടത്തിയെടുക്കാം എന്ന് പറഞ്ഞ നമ്മളെ കുറേ ഉപദേശങ്ങളും നമ്മളെ ആ ഒരു സ്നേഹവും ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം അത് ആണ് ഏറ്റവും നല്ലത് എന്നുള്ള വിശ്വാസക്കാരനാണ്. കാരണം അതിന് മാത്രം ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന പോസ്റ്റാണ്, ആരെ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിലാണ്. പിന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു അറിയപ്പെടുന്ന ഒരു പോസ്റ്റാണ്. 5 വർഷം അതിനകത്ത് തുടർന്നു എന്നുള്ളത് വലിയ കാര്യം. അത് അതിനകത്ത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു പോസ്റ്റ് വഹിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്, വളരെ സന്തോഷമാണ്, ഹാപ്പിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കൾക്ക് എപ്പോഴും ഒത്തിരി ആരാധകരുണ്ടാവും ക്യാമ്പസിൽ. കാരണം നിങ്ങളെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണല്ലോ. ഈ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ, എന്തിനേയും കൂസലില്ലാതെ ചോദ്യം ചെയ്യുന്നവർ, അവരാണല്ലോ നേതൃത്വത്തിൽ. ഇപ്പോൾ നിങ്ങൾ പോളിയിൽ അടി കൂടുന്നു, നിർമ്മലഗിരിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആളുകൾക്കൊരു ആരാധന തോന്നും. അത് ഉള്ളിനുള്ളിൽ പ്രണയം. പഠിക്കുന്ന സമയത്ത് ഒരു സ്പോർട്സ് കായിക രംഗത്തുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പ്രൈസ് നേടിയിട്ടുണ്ട്. ഏത് ഇനത്തിലായിരുന്നു? ഷോട്ട്, അതുപോലെ ഹാർമത്രോ. പാട്ട് പാടാറുണ്ടായിരുന്നു? ഇല്ല, ആ രംഗത്ത് വളരെ മോശം. പിന്നെ ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ പേര് ജാൻസി. എവിടെയാണ് വീട്? എവിടെയാണ്? ചെറുപുഴ. അതെങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് മാരേജ്. മക്കള്? ഒരാള് ജീവൻ. എന്ത് ചെയ്യുന്നു? അവനിപ്പം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ. വൈഫിന് ജോലിയുണ്ടോ? ബിടെക് മെക്കാനിക്കൽ. വൈഫിന് ജോലിയുണ്ടോ? വൈഫ് നഴ്സിംഗ് സൂപ്രണ്ടാണ് ഇവിടെ അൽറബ ഹോസ്പിറ്റൽ. ഇവിടെ പഠിച്ചതാണ്, ഡൽഹി ഓൾ ഇന്ത്യയിൽ പഠിച്ച് അവിടുന്ന് പിന്നെ മസ്കറ്റ് ഹോസ്പിറ്റൽ, പിന്നെ മിലിറ്ററി ഹോസ്പിറ്റൽ, അവിടുന്ന് പിന്നെ കല്യാണം കഴിച്ചപ്പോൾ ജോലി രാജിവെച്ച് വന്നു. അതിനുശേഷം പിന്നെ ഇവിടെ അബുദാബി അൽറബ അമേരിക്കൻ ഹോസ്പിറ്റൽ, അവിടെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. ഞാൻ DCC പ്രസിഡന്റ് ആയപ്പോൾ പുള്ളിക്കാരി രാജിവെച്ചു, റിസൈൻ ചെയ്തു, ഇങ്ങോട്ട് വന്നു.
അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ എങ്ങനെ മനസ്സിന് നൽകുന്ന സന്തോഷം? ഓ, വലിയ സന്തോഷമല്ലേ. അടിപൊളിയാണ്. കാരണം ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളെ ദ്രോഹിച്ചു ഈ 10 വർഷം കൊണ്ട്. ഒന്നും ആർക്കും ഒരു നിയന്ത്രണമില്ല, എന്തും തന്നുത്തരം കാണിക്കുന്ന തോന്നുന്നത് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. ഒരുപാട് കേസ് കുട്ടികളെ ഉൾപ്പെടെയുള്ള കള്ളക്കേസിൽ അതന്നെ ആ വീണായി ബന്ധപ്പെട്ട ഒരു ഒരു മനസാക്ഷിയില്ലാതല്ലേ ആ പിള്ളേരെ എത്ര ദിവസം. അതിൽ ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കുട്ടി നോമ്പിൻ്റെ സമയമാണ്, ഒരു മുസ്ലിം കുട്ടിയാണ്. ആ നോമ്പ് ഉള്ള ജയിലിൽ കിടക്കുക, ഒരു തെറ്റും ചെയ്യാണ്ടല്ലേ. നമ്മളിപ്പം കരിങ്കൊടി അങ്ങനെയാണെങ്കിൽ ഞാനിലൊക്കെ എത്രയോ കാലം ജയിലിൽ കിടക്കണം, ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്ത അത്രയും കരികൂടി കാണിച്ചു. കരിങ്കൊടി കാണിച്ചിട്ടില്ലേ, സമരം നടത്തിയിട്ടില്ല. ഇതെല്ലാം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ DYFIക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, BJPക്കാരും CPM-കാരും പിന്നെ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് കാണിക്കുന്നു. എല്ലാവരും കാലാകാലത്ത് എടുക്കണം അങ്ങനെയാണെങ്കിൽ. അപ്പം ആ ഒരു ജനകീയ സമരങ്ങളെ ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത് അല്ലേ? കൈകാര്യം. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, DCC പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന മാർട്ടിൻ്റെ ഒരു ജീവിത യാത്രയിലൂടെ, ആ ജീവിതത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇത് പുതിയ തലമുറയ്ക്കൊരു പാഠമാണ്. കാരണം ഇനിയുള്ള കാലം ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകില്ല. കാരണം സമരങ്ങളുടെയും സംഘർഷങ്ങളുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞു. സമരം ചെയ്യാനൊന്നും ആളുകളെ കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. പിന്നെ കാലം മൊത്തത്തിൽ മാറി. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ കാലത്ത് ജീവിക്കുന്ന നമ്മൾക്ക് മാർട്ടിൻ ജോർജിനെ പോലുള്ള പൊതുപ്രവർത്തകർ രൂപപ്പെട്ടത്, ജയിൽവാസം അനുഷ്ഠിച്ചത്, കത്തിമുനയിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇതൊന്നും ഇനിയുള്ള കാലത്ത് അത്ര പരിചിതമാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പൊതുപ്രവർത്തന അനുഭവങ്ങൾ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അറിയാൻ ശ്രമിക്കുക. പ്രേക്ഷകർക്കും ഒപ്പം മാർട്ടിൻ ജോർജിനും നന്ദി, നമസ്കാരം.